Hello viewers, Namaste, welcome back to WinTrader. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഞാൻ ലൈവിൽ കാണിക്കുന്നത് ഓപ്ഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജി തന്നെയാണ്, നിഫ്റ്റിയുടെയാണ്. ഇപ്പോൾ നമ്മുടെ സോഫ്റ്റ് എല്ലാ മേജർ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓപ്ഷൻ മാത്രമല്ല, നമുക്ക് കമ്മോഡിറ്റീസ് ഉണ്ട്, ഇക്വിറ്റീസ് ചെയ്യാം, ഫോറക്സ് ഉൾപ്പെടെ എല്ലാ മേജർ ഫിനാൻഷ്യൽ മാർക്കറ്റും ഒരു സോഫ്റ്റ്വെയർ തന്നെ നമുക്ക് എല്ലാം സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊരു സപ്പോർട്ടിംഗ് സോഫ്റ്റ്വെയർ. ട്രേഡ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബ്രോക്കർ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇത് ഫോളോ ചെയ്യുന്നത് എല്ലാം നമ്മൾ ഇവിടുന്ന് തന്നെ പറഞ്ഞുതരും. അപ്പോൾ ഞാനിപ്പം കാണിക്കുന്നത് റിയൽ ടൈമിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ലൈവായിട്ട് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. 9061973737 ഈ നമ്പറിൽ എൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പ് ഉണ്ട്. നിങ്ങൾക്ക് കോൾ ചെയ്യാം, മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ താഴെ വാട്സാപ്പിൻ്റെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ എൻ്റെ വാട്സാപ്പിൻ്റെ ഡയറക്റ്റ് ലിങ്ക് കാണാം. ക്ലിക്ക് ചെയ്യുക, ഡയറക്റ്റ് ചാറ്റിലോട്ട് വരാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഓപ്ഷനിൽ നമ്മൾ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്, നമ്മളെല്ലാ എവറിഡേ വീഡിയോസ് വരുമ്പോൾ നമുക്ക് എല്ലാത്തിലും പറയുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ നിഫ്റ്റി അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് ഇതിൻ്റെ സെപ്പറേറ്റ് പ്രീമിയം ചാർട്ട് കൂടെ ഉണ്ട്. അപ്പോൾ ആ പ്രീമിയം ചാർട്ടിൽ കൂടെ നമുക്ക് സിഗ്നൽ വന്നാൽ മാത്രമേ നമ്മൾ ട്രേഡ് എടുത്താൽ മതി. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ എക്സാമ്പിൾ, ഇപ്പോൾ നിഫ്റ്റിയിൽ ഇത് റിയൽ ടൈം ലൈവ് മാർക്കറ്റാണ്. അപ്പോൾ ഈ വരുന്നതാണ് മാർക്കറ്റ് റേറ്റ് 17,843. നമുക്ക് ലാസ്റ്റ് സിഗ്നൽ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കൊരു സെൽ സിഗ്നലാണ് വന്നിരിക്കുന്നത്. റെഡ് ഡൗൺ ആരോ സെല്ലാണ്, ഗ്രീൻ അപ്പ് ആരോ ബൈ ആണ്. ഇത് രണ്ടും ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന സിഗ്നൽസ് ആണ്. ഈ സിഗ്നൽ വരുമ്പോൾ തന്നെ നമുക്ക് സോഫ്റ്റ്വെയർ ഇൻഡിക്കേഷൻ തരും. ഈ അലേർട്ട് മുഖേന, അലേർട്ട് ഒരു സൗണ്ടോടുകൂടി നമുക്ക് കേൾക്കാൻ കൂടി പറ്റും. ഇതിനകത്ത് എഴുതി കാണിക്കുക ഏത് റേറ്റിൽ നമ്മൾ ബൈ എടുക്കണം, സെൽ എടുക്കണം, ഡീറ്റെയിൽസ് ഇതിനകത്ത് എഴുതി കാണിക്കുക. അല്ലെങ്കിൽ ഏറ്റവും മേഖലയിൽ നോക്കുക, 17,870.85 11:45 നമുക്ക് സെൽ സിഗ്നൽ വന്നിട്ടുണ്ട് നിഫ്റ്റിയിൽ. ഇപ്പോൾ ടൈം എന്ന് വെച്ചാൽ ഇപ്പോൾ പ്രസൻറ്റ് ടൈം 12:22 നമുക്ക് ആക്ച്വലി സെല്ല് വന്നാൽ 11:45 ഇന്നത്തെ ഡേറ്റിൽ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വന്ന സിഗ്നൽ കൺഫേം ആണെന്ന് നോക്കണല്ലോ. കൺഫേം ആണ്. ആക്ച്വലി നോർമലി നമ്മൾ ഓപ്ഷൻ ചെയ്യുന്ന ആൾക്കാർ കൺഫേം ആണെങ്കിലും ഇല്ലെങ്കിലും ആരോ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്ഷനിലോട്ട് പോകാം. ഇപ്പോൾ ഇവിടെ കൺഫേം ആണെങ്കിൽ നമ്മൾ എടുക്കുന്നതും കയറും. അപ്പോൾ ഈ കൺഫർമേഷൻ എന്ന് വെച്ചാൽ ഈ സെൽഫ് സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൺഫർമേഷൻ താഴത്ത് നോക്കൂ. പ്രൈസ് ഇവിടെ സെൽസ് ഓണെന്ന് എഴുതിയും കാണിക്കണം. സിഗ്നലിന് താഴെ ഒരു ബാറില്ല, ആ ബാർ റെഡ് ആയിരിക്കണം. ഇതാണ് നമ്മുടെ രണ്ട് കൺഫർമേഷൻ. അപ്പോൾ നമുക്ക് സിഗ്നൽ വന്ന ശേഷം ഒന്നുകൂടെ പറഞ്ഞാൽ, സിഗ്നൽ വന്ന ശേഷം പ്രൈസ് സെൽസ് ഓൺ ആൻഡ് ആരോടെ താഴത്തെ ബാർ റെഡ് ആയിരിക്കണം. ഇതാണ് നിഫ്റ്റിയുടെ നമ്മുടെ കൺഫർമേഷൻ. ഇപ്പോൾ നമ്മൾ ആ സിഗ്നൽ വന്നപ്പോൾ തന്നെ 17,870 ഇന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ ഇന്തമണി അല്ലെങ്കിൽ അറ്റ് ദ മണി അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ മണിലോട്ട് പോകാം. അപ്പോൾ നമ്മളിവിടെ ഇന്തമണി എടുക്കുമ്പോൾ 17,900 അല്ലെങ്കിൽ നേരെ നമ്മൾ 18,000 എടുക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിനകത്ത് 18,000 നമ്മൾ ഓപ്ഷൻ പോയി എടുക്കാം. അത് നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞില്ല, നമുക്ക് അതിൻ്റെ പ്രീമിയം ചാർട്ട് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ അവിടെ പോയി സെലക്ട് ചെയ്യുന്ന ഇതൊക്കെ നമ്മൾ കാണിച്ചു തരും. അതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോസ് ഉണ്ട്. ഇപ്പോൾ ഓൾറെഡി നമുക്ക് ഇത് 18,000 ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പോയി നമ്മൾ ആഡ് ചെയ്താൽ മതി. ഇത് നമ്മുടെ സ്കാനറാണ്. ഈ സ്കാനർ ആക്ച്വലി ട്രെൻഡ് കാണിക്കാൻ നമ്മൾ ഓൾറെഡി ഇതിനകത്ത് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓപ്ഷനിൽ മാത്രം ചെയ്യുന്ന ആൾക്കാർക്ക് സ്കാനറിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഡയറക്റ്റായിട്ട് ചാർട്ട് ഓപ്പൺ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഡയറക്റ്റ് ഇൻഡിക്കേഷൻ കിട്ടിക്കോളും. അപ്പോൾ ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് 18,000-ൻ്റെയാണ്. ഇതാണ് 18,000-ൻ്റെ പുട്ട് ഓപ്ഷനാണ്. അപ്പോൾ നോക്കിയാൽ നമുക്ക് സിഗ്നൽ വന്നതെന്ന് വെച്ചാൽ ഇത് ഇവിടെ കണ്ടോ 11:45 നമുക്ക് സെല്ല് കാണിച്ച്. അപ്പം നമ്മൾ നേരെ അതിൻ്റെ ഓപ്ഷൻ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ടൈമിൽ കിട്ടിയത് ഇവിടെ മാർക്കറ്റ് കറക്റ്റ് ഒരു ട്രെൻഡിലോട്ട് വന്നപ്പോൾ, അതായത് ഇതുണ്ട് കൺഫർമേഷൻ, താഴെ കൺഫർമേഷൻ കിട്ടിയപ്പോഴത്തേക്ക് ഡയറക്റ്റ് നമുക്ക് അവിടെ ബൈ വന്നു. ബൈ വന്ന 12:10, അതായത് നമ്മുടെ ഓപ്ഷൻ്റെ ചാർട്ടിൽ ബൈ വന്ന 12:10 നമുക്ക് കണ്ടു അവിടെ ഒരു ബൈ വന്ന ഡയറക്റ്റ്. ഇതുപോലെ നമുക്ക് നമ്മൾ എടുക്കുന്ന ഏത് ഓപ്ഷൻ ആ ചാർട്ടിനകത്ത് നമുക്ക് ഇതുപോലെ സിഗ്നൽ കാണിക്കണം. ഗ്രീൻ അപ്പായ നമ്മുടെ ബൈ സിഗ്നൽ കാണിക്കണം. അത് കഴിഞ്ഞ് താഴത്തെ ബാർ ഗ്രീൻ ആയിരിക്കണം, പ്രൈസ് ബൈ സോൺ ആയിരിക്കണം. രണ്ട് കൺഫർമേഷൻ ഉണ്ട്. ഈ കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ട്രേഡ് എടുത്ത് വെച്ചാൽ മതി. അതായത് ആരോ വന്ന ശേഷം താഴത്തെ ബാർ ഗ്രീൻ ആയിരിക്കണം, പ്രൈസ് ബൈ സോൺ ആയിരിക്കണം. ഇത് രണ്ട് കൺഫർമേഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ റെസിസ്റ്റൻസ് ലെവലിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് കയറിയെങ്കിൽ ഡയറക്റ്റ് എടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രേഡ് അവോയ്ഡ് ചെയ്യുക. ഈ റെഡ് സ്റ്റാർസ് ഇല്ല, അതാണ് റെസിസ്റ്റൻസ് ലെവൽ. താഴെ ഒരു ബ്ലൂ സ്റ്റാർസ് ഉണ്ട്, അത് സപ്പോർട്ട് ലെവലാണ്. ഇത് ഫോളോ ചെയ്യുന്നത് വളരെ സിമ്പിളാണ് കേട്ടോ. നമ്മൾ 161.55 നമുക്ക് ബൈസിക്കിൾ കാണിച്ച്, 161.55 ബൈസിക്കിൾ കാണിച്ച് നിഫ്റ്റിയുടെ പുട്ട് ഓപ്ഷൻ ചാർട്ട് 18,000 12:10 അതിപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് അടിച്ച്. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 177.70 ആയിരുന്നു, അത് വന്നിട്ടുണ്ട്. ഇനി വരുന്നത് 190 മൂന്നാമത് വരുന്നത് 203. 3 ടാർഗറ്റ് സോഫ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്ന പോലെ ഒന്നെങ്കിൽ നമ്മൾ ലോട്ട് കൂട്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് തന്നെ എക്സിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ടാർഗറ്റിലോട്ട് വരുമ്പോഴത്തേക്കും ഫസ്റ്റ് ടാർഗറ്റിനെ എടുത്ത് സ്റ്റോപ്പ് ലോസ് ഇട്ട് നിങ്ങൾ സെക്കൻഡ് ടാർഗറ്റിലോട്ട് വെയിറ്റ് ചെയ്യുക. എപ്പോഴും സേഫ് സൈഡ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അധികം വെയിറ്റ് ചെയ്യില്ല. നമുക്കൊരു നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മൾ ആ ടാർഗറ്റ് എടുത്തിട്ട് എക്സിറ്റ് കൊടുത്തേക്കുക. പിന്നെ നമ്മൾ എപ്പോഴും ഒരു സിഗ്നലും സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിപ്പോൾ രണ്ടാമത്തെ സിഗ്നലാണ്. അതായത് നിഫ്റ്റിയിൽ ഇന്നത്തെ രണ്ടാമത്തെ എൻട്രിയാണിത്. രാവിലെ ഒരു എൻട്രി നമുക്ക് കോൾ ഓപ്ഷൻ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് മാർക്കറ്റ് ഇറങ്ങിയപ്പോൾ നമുക്ക് പുട്ട് ഓപ്ഷൻ വന്നു. അപ്പം
നമ്മൾ പറയുന്ന എല്ലാ സിഗ്നലും നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ രാവിലത്തെ ടൈമിൽ തന്നെ നമ്മൾ പ്രോഫിറ്റ് കിട്ടിയെങ്കിൽ പിന്നെ മാർക്കറ്റ് ആഫ്റ്റർനൂൺ നമ്മൾ നോക്കാതിരിക്കുക. എങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി വഴി ഉണ്ടാക്കാൻ പറ്റും, പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ഗ്യാരണ്ടിയാണ്. കാരണം ഓപ്ഷൻ വളരെ സിമ്പിളായിട്ട് ഫോളോ ചെയ്യാവുന്ന ഒരു സ്ട്രാറ്റജിയാണ്. പിന്നെ ഇതെന്താണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പ്രീമിയം ചാർട്ട് തന്നെയാണ്. നിഫ്റ്റി അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി നിങ്ങൾ ഏതിലാണ് ട്രേഡ് ചെയ്യുന്ന ആ ചാർട്ട് ഓപ്പൺ ചെയ്താൽ അതിന് നോക്കിയിട്ടാണ് നമ്മൾ ഏത് സ്ട്രൈക്ക് വേണം, ഏത് ട്രെൻഡാണെന്നൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന. ബാക്കി നമ്മൾ മനസ്സിലാക്കി ഏത് ട്രെൻഡ് ഓപ്ഷനിലോട്ട് പോകണം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ഓപ്ഷൻ്റെ ചാർട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക. അവിടെ അത് കൺഫേം ആണെങ്കിൽ മാത്രം നിങ്ങൾ ഡയറക്റ്റ് നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലോട്ട് ആ ട്രേഡ് എടുക്കുക. അപ്പോൾ വളരെ സിമ്പിൾ. ഒന്നുകൂടെ പറഞ്ഞുതരാം. സിഗ്നൽ വന്ന ശേഷം ഇവിടെ ബൈ ആരോ കാണിക്കണം, താഴത്തെ ബാർ നമ്മുടെ കൺഫർമേഷൻ ബാറാണ്, അത് ഗ്രീൻ ആയിരിക്കണം, പ്രൈസ് ബൈസ് ആണ്. രണ്ടും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ട്രേഡ് എടുക്കാം. അപ്പം ഇതിപ്പോൾ ഞാൻ കാണിച്ചത് റിയൽ ടൈമിലാണ്. ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ലൈവായിട്ട് നിങ്ങൾക്ക് കാണാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കാണണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.